നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡ് ഇത് നേരെ പടിഞ്ഞാറത്തറേക്കാട്ടോ. ഒരു 7 കിലോമീറ്റർ പോയാൽ പടിഞ്ഞാറത്തറ കുപ്പാടിത്തറ ആ ഭാഗത്തേക്കാണ് എത്തുക. ഇത് നേരെ കുറുമ്പാലക്കോട്ടയ്ക്ക് 2 കിലോമീറ്റർ. ഈ ഒരു ഗേറ്റ് കാണുന്നില്ല, ഇതാണ് നമ്മളെ എൻട്രൻസ്. ഒരു 10-15 മീറ്റർ ഉള്ളോട്ട് റോഡാണ്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം. അപ്പോൾ റോഡ് ഇങ്ങനെയാണ് വരുന്നത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ ലാൻഡാണ്. കുറുമ്പാലക്കോട്ടയ്ക്ക് ആകെ 2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് ലാൻഡിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇത് ഓൾറെഡി ഞാനൊരു വീഡിയോ എടുത്ത കേട്ടോ കുറച്ച് മുന്നേ. പക്ഷെ അന്ന് കാടൊന്നും വെട്ടിയിട്ടില്ലായിരുന്നു. ലാൻഡ് കണ്ടവർക്ക് ഒരു ഐഡിയയും കിട്ടൂല, അങ്ങനെ കാടായിരുന്നു. ഇത് കാടൊക്കെ വെട്ടി. ഈ റോഡൊന്നും അന്ന് കാണാനേ ഇല്ലായിരുന്നു. റോഡ് ജസ്റ്റ് ഒന്ന് മണ്ണെടുത്ത് ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ടുണ്ട് കയറാനുള്ള സൗകര്യത്തിന്. ഇതൊരു 10 മീറ്റർ നമ്മളെ ഇപ്പൊ കണ്ട റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 10 മീറ്റർ കയറി കഴിഞ്ഞാൽ നമ്മളെ ലാൻഡിലേക്ക് ഉള്ള ഇതാണ്. ഇത് പ്രൈവറ്റ് വഴി കേട്ടോ, നമ്മളെ ലാൻഡിലേക്ക് മാത്രമുള്ള റോഡാണ്. അപ്പം നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് ലാൻഡ് വരുന്നത്. ഫ്രണ്ടിൽ വലത് സൈഡ് കുറച്ച് ഭാഗം വരില്ല, ഇടത് സൈഡാണ് വരുന്നത്. ഈ ഇടത് സൈഡ് നമ്മളെ ലാൻഡ് ആട്ടോ വരുന്നത്. ടോട്ടൽ ഇത് 3 ഏക്കർ 14 സെന്റ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാ, ഞാൻ ആ നിരപ്പുള്ള സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് എടുക്കുക. 3 ഏക്കർ 14 സെന്റാണ് ടോട്ടൽ വരുന്നത്. പുഴയുണ്ട് കേട്ടോ, ഒരു സൈഡില് പുഴയുണ്ട്. നല്ലൊരു അട്രാക്ഷൻ ആണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ പുറത്താണുള്ളത്. ഇതിങ്ങനെ ഞാൻ കാണിക്കുന്ന ഭാഗം കേട്ടോ. ഈ ഒരു കവുങ്ങും തോട്ടം നേരെ താഴെയുണ്ട്. താഴെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ പുഴ കാണാം. പക്ഷെ വെള്ളം ഇതിൽ കയറൂല കേട്ടോ. അത് ആ ഒരു പുഴേൻ്റെ സൈഡ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു പോർഷനാണ് വരുന്നത്. അപ്പുറത്തൊരു കാപ്പിത്തോട്ടമുണ്ട്, അത് ഇതിൽ വരില്ല. അത്യാവശ്യം കവുങ്ങ്, തെങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കവുങ്ങും തെങ്ങും തന്നെയാണ് കാര്യമായിട്ടുള്ളത്. ഈ ഒരു സൈഡ് ചെറിയൊരു ചെരുവ്, ഇതൊന്നും വലിയ ചെരുവല്ല കേട്ടോ. ഈ ഒരു സൈഡ് കാര്യമായിട്ടില്ല കേട്ടോ, ചെറിയൊരു ഏതാണ്ട് ആ ഒരു പന നിൽക്കുന്ന അവിടം വരെ ഉണ്ടാവും. ഈ ഒരു സൈഡ് ഇങ്ങനെ പോവും. നമുക്ക് അത്യാവശ്യം എല്ലാ പെർമിഷനും കിട്ടുന്ന ഏരിയയാണ്. ജന്മാണ് പേപ്പർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. നിങ്ങൾ കാണാൻ വരുമ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള റിസോർട്ടുകളൊക്കെ കാണിച്ചു തരാം. നന്നായിട്ട് ഡെവലപ്പാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ കുറുമ്പാലക്കോട്ട. ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നൊരു സ്ഥലമാണ്. തൊട്ട് താഴെ ആ ഒരു കവുങ്ങ് ആയിട്ട് കിടക്കുന്നത് നല്ല ഗ്രൗണ്ടായിട്ട് കിടക്കുക കേട്ടോ. ഇതൊക്കെ ഇതിൽ വരുന്നതാണേ. എന്നാൽ വലിയ ചെരുവൊന്നുമില്ല, അത്യാവശ്യം നിരന്ന നല്ല ഭൂമി കേട്ടോ. ഇനിയിപ്പോൾ അത്യാവശ്യം ഒരു ഫാം ഹൗസൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. ആ ഒരു പോർഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഷേപ്പിൽ കിടക്കുന്ന ലാൻഡാണ്. നമുക്കൊന്ന് താഴെ പുഴേൻ്റെ സൈഡും കൂടെ ഞാൻ ഒന്ന് എടുത്തു തരാം. നമ്മളിങ്ങനെ നോക്കുമ്പം ഒരു മല കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ കുറുമ്പാലക്കോട്ട. ശരിക്കും ഇത്ര അടുത്താണ്. ഇതാണ് കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന മല. നമ്മളിപ്പോൾ ഈ ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്തെത്തി. ഇത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 1 ഏക്കറോളം നല്ല ലെവലായിട്ട് കിടക്കുകയാണ്. ഫുള്ള് തെങ്ങൊക്കെ അത്യാവശ്യം കായ്ക്കുന്നതാണ്. കുറച്ച് തെങ്ങ് പോയിട്ടുണ്ട്. ആ ഒരു പോർഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. റോഡ് ആക്സസ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ വീതിയുള്ള റോഡ് തന്നെയാണ്. ബസ് റൂട്ടാണ്. അവിടെ നിന്ന് നേരെ പറമ്പിലേക്ക് കയറുകയാണ്. ഏറ്റവും നല്ലത് നല്ലൊരു ടൂറിസം പ്രൊജക്റ്റ് ഇതിൽ ചെയ്യുകയാണെങ്കിൽ 3.5 ഏക്കർ ലാൻഡ് ഉണ്ടല്ലോ,
നമുക്ക് നല്ലൊരു റിസോർട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്യാം. ഈ പുഴേൻ്റെ തീരം വരെ ഇതിൽ വരുന്ന പറമ്പാണ്. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇത് ഇത്ര ക്ലിയർ ഇല്ലായിരുന്നു. നമുക്ക് നമ്മളെ വണ്ടി വെച്ച സ്ഥലം ഇതാണ് കേട്ടോ. ഏതാണ്ട് മനസ്സിലായിണ്ടാവും. ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ് ലാൻഡ്. പുഴയും കൂടി ഒന്ന് കാണാം. പുഴേൻ്റെ സൈഡാണുള്ളത്. പുഴ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത്ര താഴ്ചയിലാണ് പുഴയുള്ളത്. നമുക്ക് വേണമെങ്കിൽ 2 സ്റ്റെപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പറമ്പിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങുന്ന രീതി ചെയ്യാം. ഒരിക്കലും വെള്ളം ഇങ്ങോട്ട് കയറില്ല കേട്ടോ. ഇതിൻ്റെ താഴ്ച നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും. ഇത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു പുഴേൻ്റെ സാധ്യതയും കൂടെ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് വെള്ളം കയറുന്നൊരു ബുദ്ധിമുട്ടില്ല. ഒരു ചെറിയ വഴി ഇപ്പോൾ തൽക്കാലം അപ്പുറത്തുള്ളവർക്ക് നടക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ പ്രോപ്പർട്ടി കേട്ടോ. ഇതിവിടെ തീരാണ്. ഇവിടെ വേലിക്കല്ലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൽ വേണമെങ്കിൽ വേറൊരു വഴിയും കൂടെ നമുക്ക് മെയിൻ റോഡിലോട്ട് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി വലിയ റോഡിൽ നിന്നാണ് നമ്മളെ എൻട്രി. ഇതിൻ്റെ ഒരു പറ്റുകയാണെങ്കിൽ ചെറിയൊരു ഡ്രോൺ വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. വീഡിയോൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലാൻഡ് വരുന്നത്. ഇതൊരു വൈഡ് വീഡിയോ ആണ്. നമ്മളെ കുറുമ്പാലക്കോട്ട എങ്ങനെയാണ് വരുന്നത്. കുറുമ്പാലക്കോട്ടൻ്റെ ഫ്രണ്ടൊക്കെ ഭയങ്കര രസമാട്ടോ കാണാൻ. ഫുള്ള് വയലുകളാണ്. ഇത് നമ്മളെ റോഡാണ്. ഇതിവിടെ ഒരു പാലം വരുന്നുണ്ട്. ഈ പാലത്തിലേക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. നമ്മളാ മെയിൻ റോഡാണിത്. ഇത്ര അടുത്താണ് ലാൻഡ് വരുന്നത്. ഏതാണ്ട് നമ്മളെ ലാൻഡ് എത്തിയിട്ടുണ്ട്. നമ്മളെ മെയിൻ റോഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൻ്റെ ഈ സൈഡിലാണ് നമ്മളെ ലാൻഡ് വരുന്നത്. വലത് സൈഡിൽ ഇതാണ് നമ്മളെ ലാൻഡ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലാൻഡിൻ്റെ ഒരു കിടപ്പ് വശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ലാൻഡ് വരിക കേട്ടോ. നമ്മൾ ഈ ലാൻഡ് കണ്ട് തിരിച്ചിറങ്ങാണ്. പോകുന്ന വഴിക്ക് പിന്നെ കുറുമ്പാലക്കോട്ട ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ എടുത്തുതരാം. ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു പാലം, ഒരു പുഴയൊക്കെ ഉണ്ട്. നമ്മൾ കണ്ട പുഴ തന്നെ അതിനൊരു പാലമൊക്കെ വരുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സാധ്യതയുള്ള ലാൻഡാട്ടോ. നല്ല സാധ്യതയുള്ള ലാൻഡാണ്. ഇതിന്റെ വില ഞാൻ പറയാം. ഇതൊരു ഭംഗിയുള്ള ഒരു പുതിയ പാലാട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറുമ്പാലക്കോട്ട കാണാം. കുറുമ്പാലക്കോട്ട വരാത്തവരൊക്കെ ഒന്ന് വരിക. സൺസെറ്റും സൺറൈസും ഭയങ്കര ഭംഗിയിൽ കിട്ടുന്ന വയനാട്ടിലെ ഏറ്റവും രസമുള്ളൊരു സംഭവമാണ്. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നതാണ്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരിക കേട്ടോ. ഇതൊക്കെ നല്ല വ്യൂ ആട്ടോ. എന്താ പറയുക, ഒരു ഗ്രാമത്തിൻ്റെ വ്യൂ, പുഴേൻ്റെ വ്യൂ. നമ്മൾ വന്ന വഴി ഇതാണ്. കുറുമ്പാലക്കോട്ടയ്ക്ക് പോകുന്ന വഴി ഇതാണ്. കുറുമ്പാലക്കോട്ട ഇതാണ്. കുറുമ്പാലക്കോട്ടൻ്റെ ഒരു സൈഡേ ഇവിടുന്ന് കിട്ടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ചെറിയ മലയായിട്ട് തോന്നും. വലിയ മലയാണ്. ഇതാണ് കുറുമ്പാലക്കോട്ട വരുന്നത്. അപ്പോൾ ഈ ഒരു ഭംഗിയുള്ള ഏരിയ ആണ് നമ്മളെ ലാൻഡ്. തൊട്ടപ്പുറത്ത് ഇങ്ങനെ 300 മീറ്റർ പോയാൽ മതി. നല്ല ലാൻഡാണ്. നല്ല പ്രൊജക്റ്റിന് പറ്റും. ഇഷ്ടപ്പെടുന്ന ലാൻഡാണ്. നിരപ്പുള്ള ലാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് സെൻറ്റിന് 45,000 രൂപ കേട്ടോ. സെൻറ്റിന് 45,000 രൂപയാണ്. 3 ഏക്കർ 14 സെൻറ്റ് ലാൻഡ് വരുന്നുണ്ട്. അത്യാവശ്യം നെഗോഷ്യബിളാണ്. കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ്. താല്പര്യമുള്ള ആൾക്കാർ കാണുക. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോയിൽ